നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം നിരവധി പ്രതിസന്ധികളാണ് പ്രവാസികൾക്ക് നൽകിയത്. ലോക്ക്ഡൌൺ തുടങ്ങിയ ആദ്യ നാളുകളിൽ തന്നെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ജോലിയില്ലാതെ കുടുങ്ങിയത് നിരവധി പേരാണ്. സാമ്പത്തികമായ പ്രതിസന്ധിയിലായ ഒട്ടനവധി പ്രവാസികൾ പല സംഘടനകളുടെയും സഹായത്താൽ നാട്ടിൽ എത്തിച്ചേർന്നു. പ്രതിസന്ധികളിലെല്ലാം നെഞ്ചോട് ചേർത്ത പ്രവാസി ലോകം കണ്ടത്തിൽ വെച്ച് ഏറെ ദയനീയമായ കാഴ്ചകളായിരുന്നു അത്. എന്നാൽ പ്രതിസന്ധികളിൽ പോലും പ്രവാസികൾക്കായി ഒട്ടനവധി ഇളവുകളാണ് ഗൾഫ് മേഖല നൽകിയത്. ഇപ്പോഴിതാ പ്രവാസികൾക്ക് കനത്ത തിരിച്ചടി നൽകുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. 6 മാസത്തിൽ കൂടുതൽ വിദേശത്ത് കഴിഞ്ഞ പ്രവാസികൾക്ക് ഒമാനിലേക്ക് തിരികെ വരാൻ സാധിക്കുന്നതല്ല. ഒമാനിലെ വിസ നിയമം അനുസരിച്ച് തൊഴിൽ വിസയിലുള്ളവർ 180 ദിവസത്തിനുള്ളിൽ കൂടുതൽ രാജ്യത്തിന് പുറത്തു തങ്ങരുത്. ഇങ്ങനെ വരുന്ന പക്ഷം വിസ റദ്ദാക്കുന്നതാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ ഇളവ് അവസാനിപ്പിക്കുകയുണ്ടായി. ഓൺലൈൻ വഴി വിസ പുതുക്കുന്നതിനുള്ള സൗകര്യം നിർത്തലാക്കിയതായും അധികൃതർ അറിയിക്കുകയും ചെയ്തു. കോവിഡ് പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ ഇളവുകൾ നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വിമാന സർവീസുകൾ സാധാരണ നിലയിലാവുകയും വിദേശത്ത് കുടുങ്ങിയവരെല്ലാം തിരികെ എത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇളവുകൾ ഒഴിവാക്കിയതെന്ന് റോയൽ ഒമാൻ പോലീസ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം സർക്കുലറിൽ അറിയിച്ചു. ഈ നയത്തിൽ ഏറെ ആശങ്കയിലാണ് പ്രവാസികൾ. മാത്രമല്ല, നാട്ടിലിരുന്നു കൊണ്ട് ഓൺലൈൻ വഴി വിസ പുതുക്കുന്നതിനുള്ള സൗകര്യവും നിർത്തലാക്കിയിട്ടുണ്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ജൂലൈ അവസാനം മുതലാണ് അധികൃതർ ഈ നിയമത്തിൽ താൽക്കാലിക ഇളവ് അനുവദിച്ചത്. ഈ ഇളവ് പ്രകാരം സ്പോൺസറുടെ സമ്മതപത്രമുണ്ടെങ്കിൽ ഇക്കാലയളവ് കഴിഞ്ഞവർക്കും ഒമാനിലേക്ക് തിരികെ എത്താൻ സാധിച്ചിരുന്നു. എന്നാൽ നാട്ടിൽ നിൽക്കുന്ന ഒമാൻ വിസയുള്ള പ്രവാസികൾക്ക് ഈ നയം വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.